എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിൽ ആ കൊറ്റുവില്ലനും അവന്റെ അസിസ്റ്റന്റും അവര് രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ റിസർച്ച് ചെയ്യാണ്. അപ്പൊ കൊറ്റുവില്ലൻ പറയും, ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ബുള്ളറ്റ് അത് കണ്ടുപിടിച്ചു. ഇത്രയും കാലവും നമ്മൾ ഉപയോഗിച്ചത് ആ ട്രയൽ ബുള്ളറ്റ് ആണ്. അതുപയോഗിച്ച ആ ഒരു ബുള്ളറ്റിന് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ സൂപ്പർ പവറിനെ അബ്സോർബ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിയൂ. പക്ഷെ ഈ ഒരു ബുള്ളറ്റ് അതിന് ലൈഫ് ലോങ് ഒരാളുടെ സൂപ്പർ പവറിനെ ഇറേസ് ചെയ്യാൻ കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ടോഗയും ട്വൈസും അവർ രണ്ടുപേരും ഇപ്പൊ മനസ്സില്ലാ മനസ്സോടുകൂടെ കൊറ്റുവില്ലന്റെ ടീമിലേക്ക് ചേരാൻ ഇപ്പൊ അവിടേക്ക് വരും. ആക്ച്വലി കൊറ്റുവില്ലന് ഇപ്പൊ ആൽഫാർ 1 വില്ലൻ അവനില്ലാത്തോണ്ട് തന്നെ അവന്റെ ഹൈഡ് ഔട്ട് അതെങ്ങനെയെങ്കിലും കൈവശപ്പെടുത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഡോമർ വില്ലൻ ഇപ്പൊ ട്വൈസിനോട് പറയും, നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അവർ രണ്ടുപേരും കൊറ്റുവില്ലന്റെ അടുത്തേക്ക് വരും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇതൊരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീമായി വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ മിഷനിൽ ജയിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പവർ, വീക്ക് പോയിന്റ്സ് അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരണം. അതിനവർ ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നിന്നോട് പറയില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്നെ തീരെ ഇഷ്ടമല്ല. അതിനാ കൊറ്റുവില്ലന്റെ സബോർഡിനേറ്റ്സ് അവരിപ്പോ ചൂടാവും. മര്യാദയ്ക്ക് ഞങ്ങളുടെ ബോസ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ കൊടുത്തോ, അല്ലെ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഇട്ട് ഞങ്ങൾ ചവിട്ടിക്കൂട്ടും. അവരുടനെ ഇപ്പൊ അവരുടെ പവറും വീക്ക്നെസ്സും അതൊന്നൊന്നായിട്ട് പറയാൻ തുടങ്ങും. അതിനുശേഷം ആ ഡ്രാക്കുള പെണ്ണ് അവള് പറയും, എന്റെ പവർ അത് മറ്റൊന്നുമല്ല, ആരുടെയെങ്കിലും ബ്ലഡ് അത് ഞാൻ കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ എനിക്ക് അവരെ പോലെ മാറാൻ കഴിയും. അതാണ് എൻ്റെ സൂപ്പർ പവർ. മാത്രമല്ല അറ്റ് എ ടൈം ഞാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ബ്ലഡ് കുടിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആയി തീരാനായിട്ട് കഴിയും. അപ്പൊ അതെല്ലാം കേട്ട് ഇപ്പൊ കൊറ്റുവില്ലൻ അവൻ അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം കൂടെ അവരോട് ചോദിക്കും, ഡോമർ വില്ലൻ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ സ്പൈ വർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അവൻ നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? അതിനവര് 3 പേരും ഇപ്പൊ ഒരേ ശബ്ദത്തിൽ പറയും, അയ്യോ ഇല്ല ഇല്ല. അവൻ അവസാനമായിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, പഴയതെല്ലാം മറന്ന് നിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഫുൾ സപ്പോർട്ട് കൊടുക്കണം എന്ന് മാത്രമാണ്. അതിൽ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കൊറ്റുവില്ലൻ അവൻ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിങ്ങില് ഇഷ്ടമുള്ള എവിടെയും പോവാം, എന്തും ചെയ്യാം. പക്ഷെ പുറത്തേക്ക് മാത്രം നിങ്ങൾക്ക് പോകാനായിട്ട് ഇപ്പൊ അനുവാദമില്ല. എനിക്കെപ്പോ നിങ്ങളുടെ വിശ്വാസം തോന്നുന്നോ അപ്പോൾ മാത്രമേ ഞാൻ പെർമിഷൻ തരൂന്ന് പറഞ്ഞ് അവനിപ്പോ നടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഇസുക്ക് പയ്യനാണെങ്കില് ആ വില്ലന്മാര് അവരെവിടെയാണെന്ന് ഇപ്പൊ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിലൊരുത്തൻ ഇപ്പൊ ഇസുക്കിന്റെ തൊട്ട് മുകളിലിരുന്ന് അവനെ നോക്കി കൊഞ്ഞനം കുത്തും. ആ ശബ്ദം അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ചെക്കന് മനസ്സിലാവും വില്ലൻ അവനിപ്പോ ഇസുക്കിന്റെ തൊട്ട് മേലെയുണ്ട്. ഇസുക്ക് അവന്റെ ഫുൾ പവർ എടുത്ത് ചാടി വന്ന് വില്ലന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് വില്ലൻ കറങ്ങി അടിച്ചു വീഴും. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. അപ്പൊ നൈറ്റ് പറയും, ലീഗ് ഓഫ് വില്ലൻസ് അവർ ആക്ച്വലി ഇവരെ യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും, ഒരുപാട് പോലീസുകാർക്ക് ഇപ്പൊ അടി കിട്ടി അനങ്ങാൻ കഴിയാതെ അങ്ങനെ വീണ് കിടക്കാണ്. അപ്പൊ ഇസുക്ക് പയ്യൻ അവൻ നമ്മുടെ ചുന്ദരക്കുട്ടനെ അവനെ അന്വേഷിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ നമ്മുടെ ചുന്ദരക്കുട്ടപ്പൻ അവൻ ആ ചുമരിലൂടെ ട്രാവൽ ചെയ്ത് ഷോർട്ട് കട്ട് വഴി ഇപ്പൊ കൊറ്റുവില്ലന്റെ തൊട്ടടുത്തെത്തും. കൊറ്റുവില്ലനാണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് ഷോക്കാവും. വില്ലൻ ചോദിക്കും, നീ എങ്ങനെ ഇവിടെ എത്തി? നിനക്കിപ്പോ എന്താ ആവശ്യം? അതിന് നമ്മുടെ ആള് പറയും, ഞാൻ ഷോർട്ട് കട്ട് വഴി ഇവിടേക്ക് വന്നു. ഞങ്ങൾക്ക് ആവശ്യം നിന്റെ കയ്യിലുള്ള ആ ചിന്നപ്പെണ്ണ്, അവളെയാണ്. അത് കേട്ട് കൊറ്റുവില്ലൻ അവൻ ചിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള വില്ലന്മാരോട് നമ്മുടെ ആളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞിട്ട് അവനിപ്പോ മുൻപോട്ട് ഓടും. ചുന്ദരക്കുട്ടപ്പൻ അവൻ ഉഷാറായിട്ട് വില്ലന്റെ പിന്നാലെ ഓടാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്ന് അവനെ കൊണ്ട് മൂവ് ചെയ്യാൻ കഴിയാതെ ഇപ്പൊ അങ്ങനെ താഴേക്ക് വീഴും. അപ്പൊ അവൻ കാണും ഒരു വില്ലൻ അവന്റെ പവർ വെറും വെള്ളം കുടിക്കും പോലെ കാഷ്വലായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വില്ലൻ ഇപ്പൊ ഗണ്ണൊക്കെ ചൂണ്ടി അവന്റെ മുൻപിലേക്ക് വരും. ചുന്ദരക്കുട്ടൻ അവൻ വിടില്ല. ഒരു സെക്കൻഡ് ആ ചിന്നപ്പെണ്ണിനെ അവൻ മനസ്സിൽ ആലോചിക്കും. എന്നിട്ട് ചാടി വീണ് ആ 2 വില്ലന്മാരെയും ഇപ്പൊ അറഞ്ച അടിക്കും. ചുമരിന്റെ ഇടയിൽ കൂടെ പോയി 2 പേരെയും അവൻ ആഞ്ഞടിച്ച് തെറിപ്പിച്ചു കളയും. അപ്പൊ അതേ സമയത്ത് കൊറ്റുവില്ലൻ അവൻ അതെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ചുന്ദരക്കുട്ടൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഓടി വന്ന്
അവനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കൊറ്റുവില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ ചുന്ദരനെ വെട്ടിത്തിരിപ്പിക്കും. അപ്പോഴായിരിക്കും ചുന്ദരക്കുട്ടൻ കൊറ്റുവില്ലന്റെ തൊട്ടടുത്തായിട്ട് അവന്റെ അസിസ്റ്റന്റ് വില്ലൻ ആ ഒരു ചിന്ന പെണ്ണിനെ അവളെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ട് ഇപ്പൊ കാണാ. ചുന്ദരൻ ഓടി വന്ന് ഒരൊറ്റ ഇടി കൊടുക്കും. ആ ഇടിയില് വില്ലൻ അടിച്ചു വീണ് ആ പെൺകുട്ടിയെ കറക്റ്റായിട്ട് നമ്മുടെ ചെക്കൻ അവൻ ക്യാച്ച് ചെയ്യും. അവള് പേടിച്ചു വിറച്ച് ഇപ്പൊ കരയാണ്. അവള് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോണം, ഉറപ്പായിട്ടും അവർ നിങ്ങളെ കൊല്ലും. അതിന് ചുന്ദരക്കുട്ടപ്പൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്നില്ലേ, അന്ന് എനിക്കൊരു തെറ്റുപറ്റി, നിന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഞാൻ ചെയ്ത ആ ഒരു വലിയ തെറ്റ് അത് ഞാൻ തന്നെ തിരുത്തും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുടെ ടീം അവരെല്ലാവരും ഇവിടെയുണ്ട്, നിനക്കൊരു പോറല് പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പ കൊറ്റുവില്ലൻ അവൻ ആ പെണ്ണിനോട് പറയും, നീ കാരണം ഓൾറെഡി ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മര്യാദയ്ക്ക് നീ എൻ്റെ അടുത്തേക്ക് തിരികെ വന്നിട്ടില്ല എങ്കിൽ ഇവനെയും ഞാൻ കൊന്നുകളയും. നീ കണ്ടില്ലേ നിനക്ക് വേണ്ടി എത്രയോ ആൾക്കാരാണ് മരണപ്പെടുന്നതെന്ന്. സോ ഇനിയും അത് വേണ്ട എങ്കില് മര്യാദയ്ക്ക് എന്റെ അടുത്തേക്ക് വായോ. അത് കേട്ട് ചുന്ദരൻ, നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോ? നിന്റെ സ്വന്തം മകളല്ലേ ഇവള്, നിനക്ക് അല്പമെങ്കിലും കരുണ ഈ പെൺകുട്ടിയോട് കാണിച്ചൂടെ? അതിന് കൊറ്റുവില്ലൻ അവൻ ചിരിക്കും. അവൻ പറയും, ആര് പറഞ്ഞു അവളെന്റെ മകളാണെന്ന്? എനിക്ക് മക്കളൊന്നുമില്ല, അവളെന്റെ മകളുമല്ല. എന്റെ വിജയത്തിനു വേണ്ടി, എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് കളവ് പറയാനും ഞാൻ തയ്യാറാണ്. വില്ലൻ അവന്റെ ഗ്ലൗസ് അഴിച്ച് അവന്റെ കൈ അത് താഴെ വെച്ച ഒറ്റ അടി അടിക്കും. ആ ഒരു അടിയില് അവർ നിൽക്കുന്ന റൂം അത് മുഴുവനായിട്ടും ഇപ്പൊ തകരാൻ തുടങ്ങും. പക്ഷെ ചുന്ദരക്കുട്ടൻ അവൻ അവളെയും തൂക്കിയെടുത്ത് ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അവന്റെ മുൻപിൽ വരുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവൻ അവളെ രക്ഷിക്കും. അതിന് കൊറ്റുവില്ലൻ അവൻ പറയും, നിന്നെക്കൊണ്ട് ഒരിക്കലും അവളെ ചുമരിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് നമ്മുടെ ചെക്കൻ അവന്റെ മാജിക് ട്രിക്ക് ഉപയോഗിച്ച് ഒരു തുണിയില് അവളെ മുഴുവനായിട്ടും കവർ ചെയ്ത് മറച്ചു വെക്കും. എന്നിട്ട് നൈസായിട്ട് ഇപ്പൊ കൊറ്റുവില്ലന്റെ തൊട്ടു പുറകിലെത്തും. ചുന്ദരൻ അവൻ ഫുൾ കലിപ്പിൽ പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെ ഇത്രയും കഷ്ടപ്പെടുത്തും, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ആ കൊറ്റുവില്ലനെ ഇപ്പൊ അറഞ്ചം പൊറഞ്ചം അടിച്ച് താഴെയിടും. ചിന്നപ്പെണ്ണിനാണെങ്കിൽ അത് കാണുമ്പോ ഇപ്പൊ ഒരുപാട് സങ്കടം തോന്നും. കാരണം ആദ്യമായിട്ടാണ് അവൾക്ക് വേണ്ടി ഒരാള് ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്രയും സ്നേഹത്തില് അവളോട് പെരുമാറുന്നതും ഇതാദ്യമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കൊറ്റുവില്ലന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പത്തില് ആരോരും ഇല്ലാതെ വിശന്ന് തളർന്നു കിടന്ന നമ്മുടെ കൊറ്റുവില്ലൻ അവൻ ആവശ്യത്തിന് ഫുഡും പണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് ഒരു ഗാങ്സ്റ്റർ ആളുടെ കൂടെ തന്നെ അവനെ കൊണ്ടുപോകും. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഗാങ്സ്റ്ററിന്റെ ടീം അത് വളരെ വീക്കായിക്കൊണ്ടേയിരിക്കും. അതിനാ കൊറ്റുവില്ലൻ ഇപ്പൊ ഒരു വൃത്തികെട്ട ഐഡിയ ആൾക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ട ഗാങ്സ്റ്റർ ആള് ഷോക്കായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് പോലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, അങ്ങനെ നീ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ കൊറ്റുവില്ലൻ അവൻ കണ്ടുപിടിച്ച ആ ഒരു നീഡിൽ ബുള്ളറ്റ് അത് പുറത്തേക്കെടുക്കും. അതുപയോഗിച്ച ഒരു സൂപ്പർ ഹീറോയുടെ പവർ അത് ലൈഫ് ലോങ് അബ്സോർബ് ചെയ്യാൻ കഴിയും. ആ ബുള്ളറ്റ് എടുത്ത് ഇപ്പൊ കൊറ്റുവില്ലൻ കാക്കാവില്ലന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവനത് ഗണ്ണിൽ ഫില്ല് ചെയ്ത് ഇപ്പൊ ആ ചിന്നപ്പെണ്ണിനെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട് നമ്മുടെ ആള് ഇപ്പൊ കൊറ്റുവില്ലനെ അവനെ തട്ടിത്തെറിപ്പിച്ച് ചുന്ദരിപ്പെണ്ണിന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടി ഓടി വരും. അവൻ ഷൂട്ട് ചെയ്യും. കറക്റ്റ് സമയത്ത് ചുന്ദരൻ അവൻ ചാടി വീണ് നമ്മുടെ പെൺകൊച്ചിനെ അവളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ എന്താ, ആ ഒരു ബുള്ളറ്റ് ഇപ്പൊ അവന്റെ ബോഡിയിൽ അങ്ങനെ തറച്ചു കയറും. അത് കണ്ട് കൊറ്റുവില്ലൻ ചിരിക്കും. അവൻ പറയും, നിന്റെ പവർ അത് മുഴുവനായിട്ടും നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി പവർ ഇല്ലാതെ നീ ഇവളെ എങ്ങനെ രക്ഷിക്കും? നമ്മുടെ ആൾക്ക് കലി കയറിയ കൊറ്റുവില്ലനെ അവനെ തല്ലി തല്ലി ഇപ്പൊ നമ്മുടെ ആള് കൊന്നോണ്ടിരിക്കുകയാണ്. അവൻ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരുപാട് കല്ലും ആയുധങ്ങളൊക്കെ കൊണ്ട് അവന്റെ കാലും വയറും ഒക്കെ മുറിയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ പെങ്കൊച്ചിന് അവളുടെ സങ്കടം അതടക്കാൻ കഴിയില്ല. ചോര തുളുമ്പി വീണ്ടും വീണ്ടും അവൻ ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.